ലിങ്ക്ഡിൻ വഴി ജോബ് അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണിത്. നമുക്ക് നമ്മളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എങ്ങനെ അട്രാക്റ്റീവായിട്ട് ബിൽഡ് ചെയ്യാം. നമ്മളുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ലിങ്ക്ഡിൻ പേജ് എന്ത് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്ത് അട്രാക്റ്റീവായിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ ജോബ് സെർച്ച് ചെയ്യുന്നവർക്ക് ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ അവർ നമ്മുടെ പ്രൊഫൈലിൽ കയറി നോക്കുമ്പോൾ അവർക്ക് തോന്നണം ഈ പ്രൊഫൈല് അവരുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ്സിന് മാച്ച് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ലിങ്ക്ഡിൻ പേജ് കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോകാം. ഇതാണ് എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈല്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ കീ റെസ്പോൺസിബിലിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈനായിട്ട് ഞാൻ ChatGPT യൂസ് ചെയ്ത് തന്നെയാണ് ഹെഡ്ലൈൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പ്രൊഫൈൽ നമ്മൾ ഏത് പ്രൊഫഷനാണോ ആ പ്രൊഫഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കീ റോൾസ് നമ്മുടെ ഹെഡ്ലൈൻസിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പ്രൊഫൈൽ വ്യൂ ചെയ്യുന്ന ഒരാൾക്ക് നമ്മളെക്കുറിച്ചൊരു ഓവറോൾ ഐഡിയ കിട്ടും. അതുപോലെ തന്നെ ക്യാൻവ യൂസ് ചെയ്താണ് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് ഞാനിവിടെ എൻ്റെ പേരും എൻ്റെ പ്രൊഫഷൻ എന്താണെന്നും അതുപോലെ തന്നെ ഞാനൊരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. ക്യാൻവ യൂസ് ചെയ്താണ്. സാധാരണ ആൾക്കാർ മെയിൽ ID ഫോൺ നമ്പറും കൂടി ഇതിൽ ആഡ് ചെയ്യാറുണ്ട്. ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെയിൻ കാര്യങ്ങൾ. താഴത്തേക്ക് പോകുമ്പോൾ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ പോസ്റ്റുകൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഷോ ഓൾ പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇതെല്ലാം ഞാൻ റീപോസ്റ്റ് ചെയ്ത്. പിന്നെ മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എങ്ങനെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ ലിങ്ക്ഡിൻ വഴി നമുക്ക് എങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യാം. ഈ ഹോമിൽ ക്ലിക്ക് പോയി കഴിഞ്ഞാൽ സെർച്ച് ഓപ്ഷനിൽ പോവാം. നമ്മൾ ഏത് ജോലിക്കാണോ അപ്ലൈ ചെയ്യുന്നത്, ഞാൻ ഹ്യൂമൻ റിസോഴ്സിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ HR എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിൽ ഈ പീപ്പിൾ എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ, ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ HR ആയിട്ടുള്ള ആൾക്കാരുടെ പ്രൊഫൈൽ നമുക്ക് കാണാം. അവർക്ക് നമുക്ക് വേണ്ടവരെ നമ്മൾ സെലക്ട് ചെയ്ത് കണക്ഷൻ റിക്വസ്റ്റ് കൊടുത്തിട്ട് അവർ കണക്ഷൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരോട് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാം. അതുപോലെ തന്നെ ഇവിടെ പ്രൊഫൈലിൽ തന്നെ പീപ്പിളിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ജോബ്സിൽ പോകുവാണെങ്കിൽ ഈ ഗോ ടു ജോബ്സിൽ പോകുവാണെങ്കിൽ നമുക്ക് ഒരുപാട് HR റിലേറ്റ് ചെയ്തുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാം. അതുപോലെ ഇവിടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നമുക്ക് വേണമെങ്കിൽ ദുബായിൽ നിന്നോ അല്ലെങ്കിൽ അബുദാബിയിൽ നിന്നോ ഷാർജ, നമുക്ക് ഏത് ലൊക്കേഷനാണ് വേണമെങ്കിൽ HR ഓപ്പണിംഗ് എല്ലാം ദുബായ് ലൊക്കേഷനിലുള്ള HR ഓപ്പണിങ്സ് എല്ലാം ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ JD നോക്കുക. JDയിൽ ഇവിടെ താഴെ JD കാണുമ്പോൾ JD നമ്മളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അയച്ചാൽ മതി. കണ്ട് ഇവിടെ മെയിൽ അയക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ജോലി സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൊരു എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകില്ല, വീഡിയോയുടെ ലെങ്ത് കൂടുതലാകുന്നത് കൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അട്രാക്റ്റീവായിട്ട് ക്യാൻവ യൂസ് ചെയ്തും ChatGPT യൂസ് ചെയ്തും എങ്ങനെ നമുക്ക് ഹെഡ്ലൈൻസ് ആഡ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ. നമ്മുടെ പ്രൊഫൈൽ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. താങ്ക്